ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാനും അല്പനേരം നിങ്ങൾക്ക് ആത്മപരിശോധന ചെയ്യാനും നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സ്നേഹമില്ലെങ്കിൽ നമുക്ക് വെറും ഒരു ഉപകരണത്തിൻ്റെ അവസ്ഥ മാത്രമേ നാം ആയിത്തീരുകയുള്ളൂ എന്ന് വചനം സാക്ഷിക്കുന്നു. എനിക്ക് പ്രവചനപരമുണ്ടാകുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വാസമുണ്ടാകുകയും വളരെയധികം കഴിവുകളുള്ള വ്യക്തികളായിരിക്കുകയും പ്രവചനപരവും ഭാഷാപരവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്നേഹമില്ലെങ്കിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നാണ് വചനത്തിൽ പറയുന്നത്. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം മുഴുവൻ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും സ്നേഹരാഹിത്യത്താൽ ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും കിട്ടുകയില്ല എന്ന് തിരുവചനം നമുക്ക് സാക്ഷി നൽകുന്നു. ഇനി സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത് എന്ന് തിരുവചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. നമുക്കും ആത്മപരിശോധന ചെയ്യാം. ദീർഘക്ഷമയും ദയയും നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മിൽ സ്നേഹം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. നാം അസൂയപ്പെടാറുണ്ടോ? ആത്മപ്രശംസ ചെയ്യാറുണ്ടോ? അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. നാം അഹങ്കരിക്കാറുണ്ടോ? മറ്റുള്ളവരോട് ചിതമല്ലാതെ പെരുമാറാറുണ്ടോ? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നാം നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ കാര്യങ്ങൾ നടക്കാനും നടത്തിക്കാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ടോ? കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. നാം കോപിക്കാറുണ്ടോ? വീട്ടിൽ സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, അയൽവക്കാരോട്, സഹപാഠികളോട്, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും സഹായത്തിനു വേണ്ടി വരുന്ന വ്യക്തികളോട് നാം കോപിക്കാറുണ്ടോ? നാം വിദ്വേഷം പുലർത്താറുണ്ടോ? മറ്റ് പല കാര്യങ്ങളാൽ നമ്മളെ ദ്രോഹിച്ച വ്യക്തികളെക്കുറിച്ച് ആലോചിച്ച്, പണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നാം വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മിൽ ദൈവസ്നേഹം ഇല്ല എന്ന് തറപ്പിച്ച് പറയാം. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം ആരുടെയെങ്കിലും വീഴ്ചയിൽ സന്തോഷിക്കുന്നില്ല, ആർക്കെങ്കിലും ആപത്ത് വരുമ്പോൾ സന്തോഷിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിച്ചവർക്കുണ്ടാകുന്ന ആപത്തുകളിൽ നാം സന്തോഷിക്കാറുണ്ടോ? ആഹ്ലാദം കൊള്ളാറുണ്ടോ? എങ്കിൽ ദൈവസ്നേഹം നമ്മിലില്ല. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹത്തിന് അതീവമായിട്ടുള്ള ഒരു സഹനശക്തിയുണ്ട്. സകലത്തെയും വിശ്വസിക്കുന്നു. ആരെയും അവിശ്വസിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം അവൻ ഇനിയും നന്നാകും, അവൻ ഇനിയും നന്നാകും, അവൾ ഇനിയും നന്നാകും, എൻ്റെ അടുക്കിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്ന ഒരു സ്നേഹം നമുക്കുണ്ടോ? സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകൾ ഇല്ലാതാകും, പല പ്രവചനങ്ങളും ഉണ്ടാകും, അത് നടപ്പിലാകുകയും ചെയ്യും, കടന്നു പോവുകയും ചെയ്യും. ഭാഷകൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഷകളെല്ലാം മാറി ഒരു ഭാഷയും ഇല്ലാത്ത ഒരു സ്ഥിതി വരും എന്ന് വചനം പറയുന്നു. വിജ്ഞാനം തിരോഭവിക്കും. പല വിജ്ഞാനങ്ങളും ഭോഷത്വമാണെന്ന് പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഇതെല്ലാം ഇല്ലാതായിത്തീരുന്നതാണ്. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായി ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നത് ഇവ മാത്രമേ ഉള്ളൂ. ദൈവത്തിലുള്ള പരിപൂർണ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇവ മൂന്നും മാത്രമേ നിലനിൽക്കൂ. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നാണ് തിരുവചനം സാക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട്
ഇപ്പോൾ തിരുവചനത്തിൽ പറയുന്ന ഈ പരീക്ഷകൾ പാസ്സാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ കോപിക്കുന്നവരാണോ? അതോ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വിമുഖത കാണിക്കുന്നവരാണോ? സ്വാർത്ഥം അന്വേഷിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം എപ്രകാരമാണ്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമുക്ക് ഈ പരീക്ഷ പാസ്സാകാൻ സാധിച്ചാൽ, ദൈവസ്നേഹം നമ്മൾ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അജയ്യരാണ്. ദൈവം തിരുമുമ്പാകെ നിൽക്കാൻ മാത്രം യോഗ്യത കിട്ടിയവരാണ് എന്ന് ആശ്വസിക്കാം. നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം. എല്ലാ ദിവസവും ഈ വചനഭാഗം എടുത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. നമ്മുടെ മനസ്സുകളിലും ജീവിതങ്ങളിലും മാറ്റങ്ങൾ വരട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.